പോണ്ടിച്ചേരിയിലെത്തി വൈകിട്ട് ഒരു 5-5:30 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ബീച്ചിൽ പോകാനെല്ലാം റെഡിയാവുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ. 40-42 ഡിഗ്രി ചൂടുണ്ട്. വെളിയിൽ ഇറങ്ങിയാലേ 5:30-6 മണിയായാൽ കൂടി ഭയങ്കര ചൂട് പോലെയാണ്, വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ചൂട്. അപ്പോൾ ഞങ്ങൾ നടന്നാണ് കേട്ടോ ബീച്ചിലേക്ക് പോയത്. കാരണം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് അധികം ദൂരമില്ല, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ നടന്നു പോയി. അപ്പോൾ പോകുന്ന വഴികളും സ്ഥലങ്ങളും കടകളും വീടുകളുടെ സ്ട്രക്ചർ ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇതിലെ നടന്നു പോകുമ്പോഴേക്കും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഫോർട്ട് കൊച്ചി ബീച്ചിനടുത്ത് കൂടെ നടക്കുന്ന ആ ഒരു പ്രതീതിയാണ് വന്നത്. പക്ഷേ ഇവിടെ കടൽ നമുക്ക് തൊട്ടരികത്ത് നിന്ന് കാണാമെങ്കിലും കടലിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻ എല്ലാ സ്ഥലത്തും ബോർഡുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പോലീസ് വന്ന് പിടിച്ച് മേലോട്ട് കയറ്റും കേട്ടോ. കാരണം ഇത് വളരെ ആഴമുള്ള കടലാണ്. അപ്പോൾ പോണ്ടിച്ചേരി പോകുമ്പോഴേക്കും ഞങ്ങൾ അരവിന്ദാശ്രമം, പാരഡൈസ് ബീച്ച്, ഈഡൻ ബീച്ച്, ഇങ്ങനെ ഒരു 4-5 ബീച്ചുകളുണ്ട്. അതുപോലെ നിറയെ സൈറ്റ് സീയിങ് സ്ഥലങ്ങളുള്ള സ്ഥലമാണ് പോണ്ടിച്ചേരി. അപ്പോൾ അവിടെയെല്ലാം പോകണം എന്ന് വിചാരിച്ചെങ്കിലും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. മെയിൻ കാരണം ഈ ചൂടാണ്. പിന്നെ ശങ്കറിന് കുറേ പണികളുണ്ടായിരുന്നു. അവൻ വർക്ക് ഫ്രം ഹോം എടുത്തിട്ടാണ് ഞങ്ങൾ ടൂറിന് പോയത്. അപ്പോൾ അവൻ ഫ്രീ ആയപ്പോഴാണ് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഇനി ഒരു ട്രിപ്പ് വീണ്ടും പോകാമെന്നുള്ള പ്ലാനായി. അങ്ങനെ വീണ്ടും ഒരു 2-3 ദിവസം അവിടെ നിന്ന് കാണാനുള്ള അത്രയും സ്ഥലങ്ങൾ അവിടെയുണ്ട്. പിന്നീട് ഞങ്ങളൊരു ചായ കുടിക്കാമെന്നുള്ള ഇതിൽ ഒരു ഫ്രഞ്ച് ഷോപ്പിൽ പോയി. അവിടെ പോയി കോൾഡ് കോഫിയും ഫിഷ് ഫിംഗർ എല്ലാം കഴിച്ചു. പിന്നീട് വീണ്ടും നടന്ന് ഞങ്ങളുടെ റൂമിലെത്തി. ഹോട്ടലിലെത്തി ഒരു രാത്രി ഒരു 10 മണിക്കൊക്കെയാണ് ഞങ്ങൾ പിന്നെ നൈറ്റ് ഡിന്നറെല്ലാം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത പ്ലേസ് കാണാം. ഓക്കെ, ബൈ ബൈ.